ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗ്നോമെട്രിയിലുള്ള എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവൺ tan is equal to 4/3, ഫൈൻഡ് ദി അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ദി ആംഗിൾ എ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എ ബി സി ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി ആണ് നമ്മൾക്ക് റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ആംഗിൾ ബി ആണ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ട്രിഗ്നോമെട്രി നമ്മൾ യൂസ് ചെയ്യുക റൈറ്റ് ട്രയാങ്കിൾസിൽ മാത്രമാണ്. നമുക്കിവിടെ ഈ റൈറ്റ് ട്രയാങ്കിളിനെ ഒന്നുകൂടെ മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനെയാണുള്ളത്. ഇവിടെ എ ബി സി എന്ന് പറയുന്നതാണുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ടാൻ എ ഈസ് ഈക്വൽ ടു 4/3 ആണ്. നമ്മൾ ഇതിൻ്റെ റേഷ്യോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ടാൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇതാണ് അല്ലേ, ബി സി. നമുക്കിതിന് ഇങ്ങനെ എഴുതാം, ബി സി ബൈ എ ബി. അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്. ഇതാണ് അഡ്ജസൻറ്റ്, അതായത് ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് വരുന്നതാണ് എ ബി എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് വരുന്നതാണ് ബി സി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു 4/3 ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ, അതുപോലെ എ ബി 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സൈഡ് കാണാൻ എ സി കാണാം. നമുക്ക് ബാക്കിയുള്ള റേഷ്യോസൊക്കെ കാണണം. അതിന് വേണ്ടിയിട്ട് തന്നെ എ സി കാണാം. എ സി എങ്ങനെ കാണാൻ പറ്റും? ബൈ യൂസിങ് പൈതഗോറസ് തിയറം. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, അതായത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയറും പ്ലസ് ബി സി സ്ക്വയർ 4 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. Therefore AC square is equal to 9 plus 16 equal to 25. Therefore AC equal to root 25, which is equal to 5. ഇനി നമുക്കിവിടെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. അങ്ങനെ തേർഡ് സൈഡ് 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി സൈൻ എ, കോസ് എ, ടാൻ എ ഒക്കെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സൈൻ എ ഈസ് ഈക്വൽ ടു, സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് 4 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 5 ആണ്. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ 4/5 എന്ന് വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ കെ കൊടുക്കണം. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു പോസിറ്റീവ് നമ്പറാണ് കെ എന്ന് ഉദ്ദേശിക്കുന്നത്. കെ ഈസ് എ പോസിറ്റീവ് നമ്പറാണ്. ഞാനത് ഇടാൻ മറന്നുപോയി. ഇപ്പോൾ റേഷ്യോ തരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ വാല്യൂസ് എഴുതുന്ന സമയത്ത് കെ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് വരും? 9K, അത് 3, ഇവിടെ 3K ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ 4K ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 9K പ്ലസ് 16K എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25K. ഇവിടെയും 25K ഉണ്ട്. അങ്ങനെയാണ് എ സി എന്ന് പറയുന്നത് 5K. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ എന്ത് എഴുതാം? 4/5 എന്ന് എഴുതാം. അതായത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? 4K/5K ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു കെയും കെയും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് 4/5 വരുന്നത്. അടുത്തത് കോസ് എ. കോസ് എ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ 3K ആണ്. 3K/5K വരും. 3K/5K. ഇവിടെ കെ ക്യാൻസലായി പോകും. 3/5 എന്ന് കിട്ടും. പിന്നെ ടാൻ ഓൾറെഡി നമുക്കറിയാം. ടാൻ അറിയുന്നത് കൊണ്ട് തന്നെ ടാൻ എ ഈസ് ഈക്വൽ ടു, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ടാൻ എ എന്ന് പറയുന്നത് 4/3 ആണ്. അങ്ങനെയാണെങ്കിൽ ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കോട്ട് എ എന്ന് പറയുന്നത്, കോട്ട് എ ഈസ് ഈക്വൽ ടു ടാനിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ടാൻ എ 4/3 ആണെങ്കിൽ കോട്ട് എ എന്ന് പറയുന്നത് 3/4 ആണ്. പിന്നെ വരുന്നത് കൊസീക്കാണ്. കൊസീക്ക് എ എന്ന് പറയുമ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സൈന് 4/5 ആണെങ്കിൽ 5/4 ആണ് റെസിപ്രോക്കൽ വരുന്നത്. അതുപോലെ സീക്ക് എ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് കോസ് എ ആണ്. അപ്പോൾ കോസ് എ ഈസ് ഈക്വൽ ടു 3/5. ദെർഫോർ സീക്ക് എ ഈസ് ഈക്വൽ ടു 5/3 എന്ന് വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾ അറ്റ് ബി, ഇഫ് ടാൻ എ ഈസ് ഈക്വൽ ടു 1, ദെൻ വെരിഫൈ ദാറ്റ് 2 sin എ ഇൻറ്റു കോസ് എ ഈക്വൽ ടു 1. നമുക്കിതിനൊന്നുകൂടെ ഈ ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ ട്രയാങ്കിൾ ഇതാണ്, എ
ബി സി. റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് ആംഗിൾ ബിയിൽ മാർക്ക് ചെയ്തു. ഇനി വരുന്നത് ഇൻ ട്രയാങ്കിൾ എ ബി സി. ഇൻ ട്രയാങ്കിൾ എ ബി സി ടാൻ എ ഈസ് ഈക്വൽ ടു, ടാൻ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വരിക? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് ബി സി ആണ്. അപ്പോൾ ബി സി ബൈ എ ബി, ബി സി ബൈ എ ബി ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഇതിന് മീനിങ് എന്താണ്? ഈ ബി സിയും എ ബിയും ഈക്വൽ ആയിരിക്കുമല്ലോ. ബി സിയും എ ബിയും ഈക്വൽ ആയാൽ മാത്രമേ അതെന്ത് കിട്ടുള്ളൂ? 1 ആയിട്ട് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ബി സി ബൈ എ ബി ഈസ് ഈക്വൽ ടു 1. ദെർഫോർ ബി സി ഈക്വൽ ടു എ ബി. അതായത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി സി ബൈ എ ബി ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു എ ബി. ലെറ്റ് ബി സി ഈക്വൽ ടു എ ബി ഈക്വൽ ടു കെ, where k is a പോസിറ്റീവ് നമ്പർ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കെ എന്ത് ചെയ്യാം? ഒരു പോസിറ്റീവ് നമ്പറായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് എന്ത് വരും? ഇവിടെയും കെ വരും, ഇവിടെയും കെ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എ സി എങ്ങനെ കാണാം? എ സി കാണാൻ വേണ്ടി പൈതഗോറസ് തിയറി യൂസ് ചെയ്യുക. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2k സ്ക്വയർ എന്ന് വരും. കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ 2k സ്ക്വയർ. ദെർഫോർ എ സി, ഇത് എ സി സ്ക്വയർ ആയിരുന്നു. അങ്ങനെ എ സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2k സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എ സി ഈക്വൽ ടു എന്ന് വരും. ഈ റൂട്ട് 2 ഔട്ട് സൈഡിലേക്ക് എടുക്കുക. റൂട്ട് 2 കെ സ്ക്വയർ എന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ കെ, അപ്പോൾ എന്ത് വരും? റൂട്ട് 2k എന്ന് വരും. അപ്പോൾ എ സി എന്ന് പറയുന്നത് റൂട്ട് 2k ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്നാൽ എന്ത് വരും? സൈൻ എ എന്ന് പറഞ്ഞാൽ എ സി നമുക്ക് കിട്ടി റൂട്ട് 2k ആണ്. അപ്പോൾ സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് കെ ബൈ റൂട്ട് 2k എന്ന് വരും. ഹൈപ്പോട്ടന്യൂസ് ആണ് റൂട്ട് 2k എടുത്തത്. അങ്ങനെയാണ് കെയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/√2 എന്ന് വന്നു. അപ്പോൾ സൈൻ എ ഈസ് ഈക്വൽ ടു 1/√2 ആണ്. ഇനി നമുക്ക് കോസ് എ നോക്കാം. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് കെ ആണ്. കെ ബൈ റൂട്ട് 2k വരും. കെ ബൈ റൂട്ട് 2k, കെ ആൻഡ് കെ ക്യാൻസൽഡ്. ദെർഫോർ കോസ് എ ഈസ് ഈക്വൽ ടു 1/√2 എന്ന് വരും. അപ്പോൾ കോസ് എ 1/√2 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 2 സൈൻ എ ഇൻറ്റു കോസ് എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലേ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആണ്. അപ്പോൾ ഈ റൂട്ട് 2 രണ്ടും ഇതും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 1 എന്ന് വരും. അപ്പോൾ 2 സൈൻ എ ഇൻറ്റു കോസ് എ ഈക്വൽ ടു 1 എന്ന് കിട്ടി.